ഓപ്പോയുടെ AI ഫോണായ ഓപ്പോ റെനോ 12 പ്രോയുടെ അൺബോക്സിംഗ് ആൻഡ് ക്വിക്ക് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇങ്ങനൊരു ബോക്സിലാണ് ഫോൺ വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്പോ AI ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ ഓപ്പോ റിലീസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. 80 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഹൂക്ക് ചാർജർ, പിന്നെ നല്ലൊരു അടിപൊളി TPU കേസും, സിം ഇജക്ടർ ടൂള്, പിന്നെ ബുക്ക്ലെറ്റ്സും, Type A to Type C USB കേബിളും ബോക്സിൽ അവൈലബിൾ ആണ്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് മെയിൻ പാർട്ടായിട്ടുള്ള ഫോണിലേക്ക് പോവാം. വാവ്, ട്രിപ്പിൾ ക്യാമറ സിസ്റ്റത്തോടു കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമുക്കിതൊന്ന് പീൽ ചെയ്യാം. കിടിലൻ ഡിസൈൻ അല്ലേ. ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷിങ്ങിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇവിടെ താഴത്തായിട്ടൊരു ഗ്ലോസി ഫിനിഷിങ് കൂടെ ഉണ്ട്. പിന്നെ ഓപ്പോയുടെ ഒരു ബ്രാൻഡിങ്ങും കൂടെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് 3 ക്യാമറ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറയിൽ നമുക്ക് AI ക്യാമറ സിസ്റ്റം എന്നുള്ള രീതിയിൽ ബ്രാൻഡിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. കിടിലൻ ഡിസൈനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. നല്ലൊരു സ്ലിം ആയിട്ടുള്ള നല്ലൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഓപ്പോയുടെ റെനോ 12 പ്രോ. ഒരു AI ഫോൺ എന്നുള്ള രീതിയിലാണ് ഓപ്പോ ഈ ഒരു ഫോൺ റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. AI എറേസർ 2.0, AI ക്ലിയർ ഫേസ്, AI ബെസ്റ്റ് ഫേസ്, AI സ്റ്റുഡിയോ, AI ടൂൾ ബോക്സ്, AI റെക്കോർഡിംഗ് സമ്മറി പോലുള്ള AI ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ ഓൾറെഡി ഇൻബിൽട്ട് ആണ്. AI സ്റ്റുഡിയോയുടെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പ്രോസസ്സ് ആയതിനു ശേഷം ഈ ഒരു ഫേസ് റീപ്ലേസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫേസിലുള്ള രീതിയിൽ എനിക്ക് ഫോട്ടോ ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ജനറേറ്റ് കൊടുക്കുന്നു. ഇതിപ്പോൾ ജനറേറ്റ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ഹൺഡ്രഡ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. നല്ലൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ് ഈ ഒരു ഫീച്ചർ. AI എറേസർ 2.0 ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഒന്ന് എനിക്കിപ്പോൾ ആരെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, AI എറേസർ ക്ലിക്ക് ചെയ്യുന്നു, സ്മാർട്ട് ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു റൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നെ ആ ഒരു ഫോട്ടോയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോട്ടോയിൽ നമുക്കിപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എഡിറ്റിൽ പോകുന്നു, AI എറേസർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ റിമൂവ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. റിമൂവ് ഓൾ കൊടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള പീപ്പിളിനൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ഡീസൻറ്റ് ഔട്ട്പുട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ലൊരു ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. AI എറേസർ 2.0 ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഫോണിൽ ഇമേജ് മാറ്റിങ്ങിൻ്റെ 2.0 വെർഷനാണ് അവൈലബിൾ ആകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇമേജിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ആ ഒരു പിക്ചർ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റിക്കർ ആയിട്ട് വേണമെങ്കിൽ സ്റ്റിക്കർ ആയിട്ടും കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ സെലക്ട് ഓൾ കൊടുത്ത സമയത്ത് ഇപ്പോൾ 2 പേഴ്സണെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് സേവ് ചെയ്താണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് അവൈലബിൾ ആകുന്നതാണ്. ഇത് ഫോട്ടോ ഒന്നും മാത്രമല്ല, ഈ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കിപ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത ഫീച്ചറാണ് AI ക്ലിയർ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൽഫി എടുത്തു, ഗ്രൂപ്പ് സെൽഫി. ആരുടെങ്കിലും ഫേസ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻഹാൻസിങ് ഫേസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ AI ക്ലിയർ ഫേസ്. അപ്പോൾ AI ക്ലിയർ ഫേസിൻ്റെ സഹായത്തോടു കൂടി നമുക്കിപ്പം ആ ഒരു ഫേസ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല, നമ്മളിപ്പം 3-ൽ കൂടുതൽ ആൾക്കാർ സെൽഫി എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളുടെ ഐ ബ്ലിങ്ക് ആയതാണെങ്കിൽ നമുക്ക് AI ബെസ്റ്റ് ഫേസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു ബ്ലിങ്ക് ആയ ഐനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല ഫ്യൂച്ചറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ്. ഇനിയിപ്പം നമ്മളിപ്പം വെബ്സൈറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ന്യൂസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ റീഡ് ചെയ്യുന്നു. എനിക്കിവിടെ ടൂൾ ബോക്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് AI സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഈ ഒരു ന്യൂസ് കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷന് നമുക്കിവിടെ ഷോ ചെയ്ത് തരുന്നതാണ്. അതായത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അതിൻ്റെ ഒരു സമ്മറി എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതല്ല, നമ്മളിപ്പം ടൂൾ ബോക്സിൽ പോയതാണെങ്കിൽ നമുക്കിവിടെ AI സ്പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ Dubai Mall paid parking from July 1st. Solid boards come up near entrances, elevators. നമുക്ക് അത് റീഡും കൂടെ ചെയ്ത് തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡർ ഓപ്പൺ ചെയ്തു. ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യാണ്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സമ്മറൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സമ്മറൈസിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ നമ്മളിപ്പോൾ
ടോക്ക് ചെയ്ത കാര്യങ്ങൾ അത് സമ്മറൈസ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. AI ക്ലിയർ വോയിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നോയ്സ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു ലൗഡ് ആൻഡ് ക്ലിയർ വോയിസ് ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ധാരാളം AI ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പോ റെനോ 12 സീരീസിനെ അൺബീറ്റബിൾ AI ഫോൺ എന്ന് വിളിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റത്തോടു കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ, പിന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും കൂടിയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെൽഫി ക്യാമറയായിട്ട് 50 മെഗാ പിക്സലിന്റെ ക്യാമറ തന്നെയാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസ് കണ്ടുപോകാം. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിലെടുത്ത സാമ്പിൾ ഫോട്ടോസ് ആണ്. ഇത് നൈറ്റ് ടൈമിൽ എടുത്ത ഫോട്ടോസാണ്. ഇനി സാമ്പിൾ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്കിപ്പം ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും 4K റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അൾട്രാ സ്റ്റഡി മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്കിപ്പം വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അൾട്രാ സ്റ്റഡി മോഡ് ഓൺ ആക്കിയിട്ട് നിങ്ങളിപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജ് ലഭിക്കുന്നതാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഗോൾഡൻ കളറാണ്. സ്പേസ് ബ്രൗണ്, സൺസെറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. നമുക്ക് അബൌട്ടിലേക്ക് പോയിട്ട് ഫോണിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. സെറ്റിംഗ്സിലേക്ക് പോകുന്നു. അബൌട്ട് ഡിവൈസ് കളർ OS 14.1 ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രോസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിമെൻസിറ്റി 7300 എനർജി പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രോസർ തന്നെയാണ്. 12GB ഇന്റർണൽ റാം ആണ് വരുന്നത്. 12GB എക്സ്പാൻഡബിൾ കൂടെ ചെയ്തിട്ട് 24GB റാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ്രോയിഡ് 14 സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്ന ഫോൺ തന്നെയാണ് ഓപ്പോ റെനോ 12 Pro. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫ്ലെക്സിബിൾ അമലോയിഡ് ഡിസ്പ്ലേ ആണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. 120 ഹെർട്സിന്റെ സപ്പോർട്ടും കൂടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല 4 കേർവ്ഡ് സൈഡിലും ഈക്വൽ ഹൈറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൽ ഓപ്പോ നൽകിയിരിക്കുന്നത്. നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ എന്നാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ കൺസെപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിപൊളി വ്യൂവിംഗ് എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഓർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഇറക്കിയിരിക്കുന്ന റെനോ സീരീസിലെ ടഫസ്റ്റ് സ്ക്രീൻ തന്നെയാണ് ഓപ്പോ റെനോ 12 Proയിൽ ഓപ്പോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡ്രോപ്പ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ നിന്നാണ് ഇപ്പോൾ ഫോൺ താഴ്ത്തി വീണത്. ഫോണിൻ്റെ ഗ്ലാസിനോ അല്ലെങ്കിൽ ബാക്ക് സൈഡിനോ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, ഫേസ് അൺലോക്ക് ഒക്കെ അത്യാവശ്യം ഫാസ്റ്റിൽ തന്നെ വർക്ക് ആകുന്നുണ്ട്. മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 7300 എനർജി 4 നാനോമീറ്ററിന്റെ പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു പ്രോസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാലി G615 GPU ആണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 5000 mAhന്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല 80 വാട്ടിന്റെ ഒരു പവർ അഡാപ്റ്ററും കൂടെ ഈ ഒരു ഫോണിന്റെ കൂടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫോണിന്റെ ചാർജിന്റെ കാര്യത്തിലൊന്നും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1.5 ഡേയ്സ് ഒക്കെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. 360° NFC സപ്പോർട്ട് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. Wi-Fi 6ന്റെ സപ്പോർട്ടും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഡ്യുവൽ സിം സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1 TB വരെ മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 512GB സ്റ്റോറേജ് ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല 12GB റാം സപ്പോർട്ടും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഓപ്പോയുടെ ട്രിനിറ്റി എഞ്ചിന്റെ സപ്പോർട്ടും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് റാം യൂട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ ട്രിനിറ്റി എഞ്ചിന് മാനേജ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസോട് കൂടി നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓഡിയോ സപ്പോർട്ടും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഓപ്പോയുടെ ഒരു ഓഡിയോ സ്പെഷ്യലൈസേഷൻ ടെക്നോളജിയാണ്. നമുക്കിനി ഈ ഒരു ഫോണിലെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു അടിപൊളി സൗണ്ട് ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അൾട്രാ വോളിയം മോഡ് അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ 100% ശേഷം നമുക്ക് 300% വരെ ഓഡിയോ ബൂസ്റ്റ് ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. IP65ന്റെ റേറ്റിംഗും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഫോണിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 180 ഗ്രാം മാത്രമേ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഡ്യൂറബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്യൂറബിൾ ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. ഓപ്പോയുടെ ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന റെനോ സീരീസ് നോക്കുകയാണെങ്കിൽ സ്ലീക്കസ്റ്റ് ആൻഡ് സ്റ്റഡിയസ്റ്റ് ഫോൺ തന്നെയാണ് ഓപ്പോയുടെ റെനോ 12 Pro. എൻ്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വെർഷൻ ആണ്. പ്രൈസിങ് അവൈലബിലിറ്റി ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള നല്ല ക്യാമറ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന ഒരു ഫോണാണ് വാങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനായാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഓപ്പോയുടെ റെനോ 12 Pro.